കള്ളപ്പണവും വെള്ളപ്പണവും ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ബിജെപിയും കോൺഗ്രസുമാണ് സിപിഎം ജനങ്ങളിൽ നിന്നും പിരിച്ച ഫണ്ടിനെക്കുറിച്ച് പറയുന്നതെന്ന് പി ജെ രാജൻ. ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നവരാണ് ബിജെപി. സുതാര്യമല്ലാത്ത ആ ഫണ്ട് വേണ്ടെന്ന് പറഞ്ഞ പാർട്ടിയാണ് സിപിഎം. സുതാര്യമായി മാത്രമാണ് സിപിഎം പ്രവർത്തിക്കുന്നത്. ആ കാര്യം പാർട്ടി പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുമെന്നും പി ജെ രാജൻ പാപ്പിനിശ്ശേരിയിൽ പറഞ്ഞു. ജനാധിപത്യത്തിൽ ഫണ്ട് പിരിവുകൾ സുതാര്യമാകണമെന്ന് ആവശ്യപ്പെട്ട പാർട്ടിയാണ് സിപിഎം എന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം പി ജെ രാജൻ പറഞ്ഞു. സിപിഎമ്മിന്റെ വിശ്വാസ്യത തകർക്കാൻ ശ്രമിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളുമാണ് രക്തസാക്ഷി ഫണ്ടിന്റെ പേരിൽ ആക്ഷേപം ഉന്നയിക്കുന്നത്. കള്ളപ്പണവും വെള്ളപ്പണവും ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണിവർ. ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത് ബിജെപിയാണ്. അപ്പോൾ വെള്ളപ്പണവും കള്ളപ്പണവും ഉപയോഗിച്ച് ജനാധിപത്യത്തെ വിലക്ക് വാങ്ങുന്ന വലതുപക്ഷ രാഷ്ട്രീയക്കാർ ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിച്ചിട്ട് തങ്ങളുടെ ചെലവുകൾ നിർവഹിക്കുന്നു. അതാണ് സിപിഎം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷങ്ങളുടെ സവിശേഷത. ആ ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി വലതുപക്ഷ രാഷ്ട്രീയക്കാരും വലതുപക്ഷ മാധ്യമങ്ങളും കൊണ്ടുപിടിച്ച് പരിശ്രമിച്ചാലും അത് വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. സിപിഎം നേതാക്കന്മാർ പറഞ്ഞതായിട്ട് താങ്കൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കുകൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുമല്ലോ. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് പ്രകടനം നടത്തിയവരുടെ വീട് സന്ദർശിച്ചത് അനുനയന നീക്കത്തിന്റെ ഭാഗമല്ല. പാർട്ടി എടുത്ത തീരുമാനം പ്രവർത്തകരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് എല്ലായിടത്തും നേതാക്കൾ സംഘടനാപരമായ കാര്യങ്ങൾ വിശദീകരിച്ചത്. അനുനയ നീക്കം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന്, പാർട്ടി എടുത്ത നിലപാടുകൾ അത് പാർട്ടി പ്രവർത്തകന്മാരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാ സ്ഥലത്തും പാർട്ടി നേതാക്കന്മാർ പോയി രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും പോയി എന്ന് മാത്രം. ഞാൻ പോയത് എന്തോ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാണ് എന്ന് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും വസ്തുതയല്ല. പാർട്ടി മെമ്പർമാരോട് പാർട്ടി നേതൃത്വത്തിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ സംബന്ധിച്ച് പറയേണ്ടതുണ്ട്. ആ കാര്യങ്ങളാണ് വിശദീകരിച്ചത്. ഒപ്പം സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. പാർട്ടിയെ സ്നേഹിക്കുന്നവരെല്ലാം പാർട്ടിക്കൊപ്പം തന്നെ നിൽക്കും. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പുറത്തിറങ്ങിയ ശേഷം അതേക്കുറിച്ച് അഭിപ്രായം പറയും. ലോക്കൽ കമ്മിറ്റികളിൽ വിമർശനം നടക്കുന്നു എന്നുള്ളത് വസ്തുതാപരമല്ല. രക്തസാക്ഷികളെ അപമാനിക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ലെന്നും പി ജെ രാജൻ പാപ്പിനിശ്ശേരിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.